Hi, this is Uma Vivek. Welcome back to the YouTube channel of Ping Me Study Abroad. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാനഡയിലെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സെക്ടറിൻ്റെ സ്കോപ്പും മറ്റു കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് ഇന്നിപ്പോൾ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് കാനഡയിലെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ ഒന്നാണ് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സെക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SCM സെക്ടർ എന്നും പറയും. അപ്പം അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്, അതായത് സ്കോപ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്, അതേപോലെ നിങ്ങൾക്ക് സാലറി എത്ര ഏൺ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ തന്നെ ഒരു സ്റ്റുഡൻ്റായിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്, അതായത് എന്തൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വേണം, എന്തൊക്കെ ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യണം, പിന്നെ ട്യൂഷൻ ഫീസ് എത്ര വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ ഈ SCM സെക്ടറിനെ ഒന്ന് ക്ലോസ്ലി സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഉണ്ട്. അത് തന്നെയാണ് ഈ ഫീൽഡിനെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു SCM എന്ന് പറയുന്നത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു കരിയറാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. കാനഡയിൽ ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു 23,200 ജോബ് വേക്കൻസീസ് എങ്കിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. അതായത് ഈ SCM സെക്ടറിലെ മാത്രം കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഇനി ഒരു നെക്സ്റ്റ് 5 ഇയേഴ്സിൽ വരുന്ന പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SCM സെക്ടറിൽ തന്നെ ഒരു 65% ജോബ് വർക്ക് ഫോഴ്സും റിട്ടയർ ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഉള്ള ജോബ് വേക്കൻസീസ് കൂടാതെ ഇനിയും വേക്കൻസീസ് ഒരു എക്സ്പൊണൻഷ്യലി കൂടും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. അപ്പോൾ ഇത് ഒരു ഡിമാൻഡിങ് കരിയർ മാത്രമല്ല, ഇതിന് മറ്റ് പല ബെനിഫിറ്റ്സും കൂടെ ഉണ്ട്. അതായത് നമുക്ക് ജോബ് വേക്കൻസി ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതല്ലാതെ തന്നെ നമുക്ക് ഇതൊരു ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറും കൂടെയാണ്. ഇതിനെക്കുറിച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കാം. അതായത് കാനഡയിൽ മിനിമം വേജ് പെർ അവർ എന്ന് പറയുന്നത് 14 CAD ആണ്. ഇനി ഇതിൻ്റെ ഒരു സ്പെക്ട്രം എന്ന് നോക്കുകയാണെങ്കിൽ 14 CAD to 75 CAD per hour വരെ വരാം. അതായത് ഇതിപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പല സെക്ടേഴ്സ് മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഒരു മിനിമം വേജ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ 2020 ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ മിനിമം വേജ് പെർ അവർ എന്ന് പറയുന്നത്, അതായത് ആവറേജ് മിനിമം വേജ് പെർ അവർ എന്ന് പറയുന്നത് 31.35 ആണ്. എങ്കിലും നമ്മൾ ഇന്നിപ്പം SCM സെക്ടറിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്ന കാരണം, ഇപ്പോൾ ഒരു എൻട്രി ലെവൽ ജോബിന് കയറുന്ന ഒരു കാൻഡിഡേറ്റ് എടുക്കുകയാണെങ്കിൽ ആളുടെ ഒരു മിനിമം വേജ് എന്ന് പറയുന്നത് ഒരു 25 CAD per hour എങ്കിലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു എൻട്രി ലെവൽ ജോബിന് തന്നെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെർ ഇയർ ഒരു 24,000 CAD ഒക്കെ ഏൺ ചെയ്യാം. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു മന്ത്ലി 1 lakh ഒക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ എടുക്കുന്നത് എപ്പോഴും മിനിമം ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കും. ഇതിൽ കൂടുതലായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇത് തന്നെ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇയർലി ഒരു 86,000 CAD ഒക്കെ ഏൺ ചെയ്യാം. അത് വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 lakhs ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ മറ്റ് ചില അട്രാക്റ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും കൂടെ ഉണ്ട്. അതായത് ഈ SCM സെക്ടർ എന്ന് പറയുന്നത് ഒരു പഴയ മേഖലയൊന്നല്ല, റിലേറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള ഒരു ജോബ് മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനൊരു ട്രെൻഡി ജോബ് എന്നുള്ള രീതിയിൽ ആ ഒരു കാറ്റഗറിയിൽ തന്നെ പെടുത്താം. അതായത് ഇപ്പോൾ നമുക്ക് ചെറുപ്പക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജോലി മേഖലയാണിത്. ഇനി അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ബിസിനസ് ട്രാവലിംഗ് ഓപ്പർച്യൂണിറ്റീസ് വരും. അതേപോലെ തന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ എന്നൊക്കെ പറയണത് ഏത് മേഖലയിൽ വേണമെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത് പല സെക്ടേഴ്സിൽ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പല സെക്ടേഴ്സിൽ നിന്നുള്ള ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് നല്ലൊരു നെറ്റ്വർക്ക്, വാസ്റ്റായിട്ടുള്ളൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇത് ഒരുപാട് പലതരത്തിലുള്ള ആൾക്കാരായിട്ട് നിങ്ങൾക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരു ഡൈവേഴ്സ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് മിങ്കിൾ ചെയ്യാനും അതേപോലെ തന്നെ നല്ലൊരു എക്സ്പോഷറും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞതൊക്കെ തന്നെയാണ് നമ്മൾ ഈ SCM സെക്ടറിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ട്രെൻഡി ആയിട്ടുള്ള ജോബാണ്, ചെറുപ്പക്കാർക്കൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സെക്ടറാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഡിമാൻഡിങ്ങും അതുപോലെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് സെക്ടറും കൂടെയാണ്. ഇനി നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ ഉദ്ദേശിക്കുന്നൊരു കുട്ടിക്ക്
അപ്പോൾ നമുക്ക് PR എന്നുള്ള ഓപ്ഷൻ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ PR എടുത്ത് വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു പ്രൊസീജിയർ അല്ല, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതേസമയം നിങ്ങൾക്കൊരു സ്റ്റുഡൻ്റായിട്ട് വരാനാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാനഡയിലുണ്ട്. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ജോലിക്ക് കയറാനും അതേപോലെ തന്നെ PR എടുത്ത് സെറ്റിൽ ആവാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ എന്തൊക്കെ ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്? അതിപ്പോൾ UG ലെവലും അതേപോലെ PG ലെവലും നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എൻട്രി റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്, ട്യൂഷൻ ഫീസ് എത്രയൊക്കെയാണ് വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് UG ലെവൽ തന്നെ നോക്കാം. ഇപ്പോൾ UG ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12th കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കാനഡയിൽ 12th കഴിഞ്ഞിട്ടൊരു സ്റ്റുഡൻറ്റ് വരികയാണെങ്കിൽ ബേസിക്കലി നമുക്ക് 3 ഓപ്ഷൻസാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് 2 ഇയേഴ്സിൻ്റെ UG ഡിപ്ലോമ ചൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ 3 ഇയേഴ്സിൻ്റെ തന്നെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ചെയ്യാം. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ 3 ഇയേഴ്സിൻ്റെയോ 4 ഇയേഴ്സിൻ്റെയോ ബാച്ചിലർ പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്ലോമ പ്രോഗ്രാംസ് ആയിരിക്കും. അതായത് 2 ഇയേഴ്സിൻ്റെയോ 3 ഇയേഴ്സിൻ്റെയോ ഡിപ്ലോമ പ്രോഗ്രാംസ് ആയിരിക്കും. ബാച്ചിലേഴ്സ് ഞാൻ അധികം പറയുന്നില്ല. കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് റീസൺസ് ഉണ്ട്. നമുക്ക് ഡിപ്ലോമ പ്രോഗ്രാംസ് ആണെങ്കിൽ ഡ്യൂറേഷൻ കുറവാണ്. അതായത് 2 to 3 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതേസമയം ബാച്ചിലേഴ്സ് ആണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 3 to 4 ഇയേഴ്സ് വേണം. ഇനി നമ്മൾ ട്യൂഷൻ ഫീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും ഡിപ്ലോമ പ്രോഗ്രാംസ് വളരെ അഫോർഡബിൾ ആണ്. അതേസമയം ബാച്ചിലേഴ്സ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു എക്സ്പെൻസീവ് സൈഡിലാണ് വരുന്നത്. ഡിപ്ലോമ പ്രോഗ്രാംസ് നമുക്കറിയാം ജോബ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുറഞ്ഞ ഡ്യൂറേഷനിൽ തന്നെ ജോബ് റെഡി ആയിട്ടുള്ള സ്കിൽസ് എല്ലാം പഠിച്ചുകൊണ്ട് ഡിപ്ലോമ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. അതേസമയം നിങ്ങൾ ബാച്ചിലറാണ് ചൂസ് ചെയ്യണമെങ്കിൽ അത് കുറേ കൂടെ ഒരു അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിരിക്കും. അതായത് ഒരു തിയറട്ടിക്കൽ അപ്രോച്ച് ആയിരിക്കും വരിക. അപ്പോൾ കൂടുതലും നിങ്ങൾ അങ്ങനെ തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. ഇനി ഡിപ്ലോമയും ബാച്ചിലേഴ്സും നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, ലോഡ് കുറവായിരിക്കും ഡിപ്ലോമയ്ക്ക്. അതേസമയം ബാച്ചിലേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ഇൻറ്റൻസീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നല്ല. പക്ഷേ ഡിപ്ലോമേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ തിയറി ഓറിയൻറ്റഡ് ആയതുകൊണ്ട് കുറച്ച് ഇൻറ്റൻസീവ് ആയിരിക്കും എന്ന് മാത്രം. ഇപ്പോൾ കാനഡയിലൊരു സ്റ്റേ ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത് 2 ഇയേഴ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഡ്യൂറേഷനുള്ള ഏത് ഫുൾ ടൈം പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് 3 ഇയേഴ്സിൻ്റെ സ്റ്റേ ബാക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു 2 ഇയേഴ്സിൻ്റെ UG ഡിപ്ലോമ ചെയ്താലും അല്ലെങ്കിൽ 3 ഇയേഴ്സിൻ്റെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് 3 ഇയേഴ്സിൻ്റെ സ്റ്റേ ബാക്ക് ഉണ്ട്. ഈ സ്റ്റേ ബാക്ക് പീരീഡിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വർക്ക് എക്സ്പീരിയൻസ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഈ ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ അത്യാവശ്യം സേവിങ്സ് ഉണ്ടാക്കാം. പിന്നെ ഈ 3 ഇയേഴ്സ് ടൈം പീരീഡിൽ തന്നെ നിങ്ങൾക്ക് PR ഫയൽ ചെയ്യാനും പറ്റും. ഇനി ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ UG ഡിപ്ലോമ പ്രോഗ്രാംസ് ആയിരിക്കും. അതിപ്പോൾ 2 ഇയേഴ്സ് ആയാലും 3 ഇയേഴ്സ് ആയാലും കുഴപ്പമില്ല. കാരണം നല്ല അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണൊക്കെ പെട്ടെന്ന് റീപേ ചെയ്യാനും പറ്റും. ഇനി കാനഡയിലൊരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ 20 hours per week പാർട്ട് ടൈം ജോബ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വെക്കേഷൻ ടൈമൊക്കെ വരുമ്പോൾ മെയിനായിട്ട് വരുന്ന വെക്കേഷൻ എന്ന് പറയുന്നത് ക്രിസ്മസ്, ഈസ്റ്റർ, അതേപോലെ തന്നെ സമ്മർ വെക്കേഷനാണ്. ഇങ്ങനത്തെ വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് 40 hours per week വർക്ക് ചെയ്യാം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ മിനിമം വേജ് റൂള് തന്നെയാണ് വരുന്നത്. നമുക്കിപ്പോൾ 14 CAD per hour എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും ഇപ്പോൾ ട്യൂഷൻ ഫീസ് അടയ്ക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് സേവിങ്സിനൊക്കെയുള്ള പൈസ നിങ്ങൾക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഡിപ്ലോമ പ്രോഗ്രാംസ് ആണെങ്കിൽ അഡ്മിഷൻ്റെ കേസിൽ നോക്കുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആണ്. കുറേയും കൂടെ നമുക്ക് ഈസിയാണ് സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് എൻട്രി റിക്വയർമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് 2 ഇയേഴ്സിൻ്റെ ആണെങ്കിലും 3 ഇയേഴ്സിൻ്റെ ഡിപ്ലോമ പ്രോഗ്രാം ആണെങ്കിലും സിമിലർ ആണ് റിക്വയർമെൻറ്റ്സ്. മിനിമം 50% എങ്കിലും 12th കിട്ടിയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ എടുക്കാം. അതേപോലെ വരുന്ന IELTS റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓവറോൾ 6ഉം അതേപോലെ തന്നെ നോ ബാൻഡ് ലെസ് ദാൻ 5.5 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇത് ഞാൻ പറയുന്നത് ഏറ്റവും മിനിമം റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കോളേജസ് മാറുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിക്വയർമെൻറ്റ്സിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണാം. അപ്പോൾ മിനിമം 50%ഉം ഓവറോൾ 6ഉം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും. ഇനി ഞാൻ IELTSൻ്റെ കേസ് പറയുമ്പം എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും SDS സ്കീമാണ് ചൂസ് ചെയ്യുക. അപ്പോൾ SDS സ്കീമിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് IELTSൽ ഓവറോൾ 6 വേണം. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ബാൻഡിലും 6 തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ IELTSന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം. കാരണം കോളേജിൻ്റെ റിക്വയർമെൻറ്റ് കുറവാണെങ്കിലും നിങ്ങൾക്ക് SDSന് ചെല്ലുമ്പോൾ ഈ 6 എന്നുള്ള റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി
നമുക്ക് ഇപ്പോൾ ഒരു 2 ഇയർ UG പ്രോഗ്രാമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കോളേജസ് എടുത്ത് പറയാനാണെങ്കിൽ അതിലൊന്ന് എനിക്ക് പറയാനുള്ളത് സെൻറ്റേനിയൽ കോളേജാണ്. അതിപ്പോൾ ഒണ്ടാരിയോ പ്രൊവിൻസിൽ തന്നെ വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50% മിനിമം റിക്വയർമെൻറ്റ്, IELTS ഓവറോൾ 6 വിത്ത് നോ ബാൻഡ് ലെസ് ദാൻ 5.5. ഈ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഇനി ഇപ്പോൾ ബോ വാലി കോളേജ് ഉണ്ട് ആൽബർട്ട പ്രൊവിൻസിൽ, അതും ഈ സെയിം റിക്വയർമെൻറ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് അതിൽ വരുന്നൊരു ആഡഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷണൽ കോപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാനഡയിൽ പൊതുവെ പ്രോഗ്രാംസിലെല്ലാം ഇങ്ങനെ ഓപ്ഷണൽ കോപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു മാൻഡേറ്ററി കോപ്പ് ഉണ്ടാവാം. അപ്പോൾ കോപ്പ് ഉള്ള പ്രോഗ്രാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ അങ്ങനത്തെ പ്രോഗ്രാംസിന് പ്രിഫറൻസ് കൊടുക്കുക. കാരണം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസും കൂടെ കിട്ടും. അത് മറ്റ് പ്രോഗ്രാംസിനെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ക്യൂബക്കിലുള്ള CDI കോളേജ് ആണെങ്കിൽ അതും ഒരു നല്ല പ്രോഗ്രാം തന്നെയാണ്. കാരണം ക്യൂബക്ക് പൊതുവെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊവിൻസാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ CDI കോളേജിലുള്ള പ്രോഗ്രാം ആണെങ്കിൽ പെയ്ഡ് കോപ്പ് ഉള്ളതാണ്, ഈ സെയിം റിക്വയർമെൻറ്റ്സ് തന്നെ. അപ്പം സ്റ്റുഡൻസിന് ഇങ്ങനത്തെ പ്രോഗ്രാംസും ചൂസ് ചെയ്യാം. ഇനി 3 ഇയർ UGയുടെ കേസാണെങ്കിൽ 3 ഇയർ UG പ്രോഗ്രാമിന് ഇപ്പോൾ എടുത്ത് പറയാനായിട്ട് നയാഗ്ര കോളേജ് പറയാം. ഇപ്പോൾ നയാഗ്ര കോളേജിൽ ഞാൻ ഈ പറഞ്ഞ സെയിം റിക്വയർമെൻറ്റ്സ് തന്നെയാണ്. ഇനി അതും ഇതുപോലെ പെയ്ഡ് കോപ്പ് വരുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസാണ്. അപ്പോൾ ഇപ്പോൾ ഡിപ്ലോമ പ്രോഗ്രാംസ്, UG ലെവൽ ഡിപ്ലോമ പ്രോഗ്രാംസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ പെർ ഇയർ ട്യൂഷൻ ഫീസ് വരുന്നത് ഒരു 7 lakhs to 9 lakhs എന്നുള്ള റേഞ്ചിൽ ആയിരിക്കും നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് 7 lakhs ആണെങ്കിൽ 7 lakhs തന്നെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം 7 lakhs തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് 1 ഇയറിൽ വരുന്നൊരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ ട്യൂഷൻ ഫീസ് 1 ഇയറിൻ്റെ വരും. അതായത് 7 lakhs, ഞാനിപ്പോൾ 7 lakhs എടുക്കുകയാണെങ്കിൽ 7 lakhs ട്യൂഷൻ ഫീസ് വരും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 1 ഇയറിൻ്റെ ലിവിങ് എക്സ്പെൻസും GSC അക്കൗണ്ടിൽ കാണിക്കണം. അത് ഒരു 5 lakhs ആണ് വരുന്നത്. അപ്പോൾ ഞാൻ 7 + 5 ടോട്ടൽ 12 lakhs ആണ് നിങ്ങൾക്ക് 1 ഇയറിൽ വരുന്ന എക്സ്പെൻസ്. ഇതിൽ ഈ 5 lakhs നിങ്ങൾക്ക് ഇനീഷ്യലി ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തോന്നുമെങ്കിലും നിങ്ങൾക്ക് കാനഡയിൽ ചെന്ന ഉടനെ തന്നെ വിത്തിൻ 1 month ഒക്കെ സ്റ്റുഡൻസ് ഈസി ആയിട്ട് തന്നെ പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസും അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവിങ്സിനൊക്കെ ഉള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്തുകൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഈ 5 lakhs എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കണമെങ്കിൽ പൈസ അയച്ചു കൊടുക്കാം. അതേപോലെ നിങ്ങളുടെ ട്യൂഷൻ ഫീസ് കവർ ചെയ്യാനുള്ള പൈസയും അതൊക്കെ നിങ്ങൾക്ക് ഈ പാർട്ട് ടൈം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ UG ലെവലിന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലായിരിക്കും ട്യൂഷൻ ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട്, ഇപ്പോൾ 2 ഇയർ UGക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ആകെ ട്യൂഷൻ ഫീസായിട്ട് വരുന്നത് 14 lakhs ആയിരിക്കും. ഇനി അത് തന്നെ 3 ഇയർ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 21 lakhs കൊണ്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് PG ലെവൽ നോക്കാം. അപ്പോൾ PG ലെവൽ എന്ന് പറയുമ്പോൾ ഒരു ബേസിക് ഒരു ബാച്ചലർ ഡിഗ്രിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു 3 ഇയേഴ്സിൻ്റെ 4 ഇയേഴ്സിൻ്റെയോ കോളേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞവർക്കാണ് അതിനുള്ള എലിജിബിലിറ്റി വരുന്നത്. അപ്പോൾ കാനഡയിൽ PG ചെയ്യാനാണെങ്കിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ചെയ്യാം, അതല്ലെങ്കിൽ PG ഡിപ്ലോമ പ്രോഗ്രാംസ് ചെയ്യാം, ഇനി അതും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാം. അപ്പോൾ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ആണെങ്കിൽ യൂഷ്വലി ഒരു 8 months to 1 year ഒക്കെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരിക. അപൂർവം ചില പ്രോഗ്രാംസ് 2 years ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഡിപ്ലോമ പ്രോഗ്രാംസ് ആണെങ്കിൽ 2 years ഒക്കെ ഉണ്ടാവും. ഇനി മാസ്റ്റേഴ്സ് ആണെങ്കിലും ഒരു 16 months to 2 years ഒക്കെയാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ. അപ്പോൾ PG ലെവൽ എടുക്കുമ്പോഴും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ PG ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം അതേപോലെ തന്നെ ഡിപ്ലോമ പ്രോഗ്രാംസിനാണ്. കാരണം UGയിൽ കണ്ട പോലെ തന്നെ മാസ്റ്റർ ലെവൽ, അതായത് മാസ്റ്റർ പ്രോഗ്രാമും പിന്നെ ഗ്രാഡ് സർട്ടിഫിക്കറ്റും ഡിപ്ലോമ പ്രോഗ്രാമും വെച്ച് നോക്കുമ്പോൾ മാസ്റ്റേഴ്സ് കുറേയും കൂടി എക്സ്പെൻസീവാണ്. അതേപോലെ തന്നെ ഓപ്ഷൻസും വളരെ കുറവാണ്. അതേസമയം നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിലാണെങ്കിലും ഡിപ്ലോമയിലാണെങ്കിലും ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 8 months തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ്, 8 months തന്നെ ഡ്യൂറേഷൻ വരുന്ന പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ ഞാനൊരിക്കലും 8 monthsൻ്റെ പ്രോഗ്രാം സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 months ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്കിനുള്ള എലിജിബിലിറ്റി ഇല്ല. അതുകൊണ്ട് മിനിമം 1 year പ്രോഗ്രാംസ് നിങ്ങൾ ചൂസ് ചെയ്യുക.
പിന്നെ നിങ്ങൾക്ക് 1 ഇയറിൻ്റെ പ്രോഗ്രാമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് 1 ഇയർ തന്നെയായിരിക്കും. അപ്പോൾ സാധാരണ ഇങ്ങനെ വരുമ്പം സ്റ്റുഡൻസ് ചെയ്യുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയറിൻ്റെ PG പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1 ഇയറിൻ്റെ പ്രോഗ്രാമും കൂടെ അവർ ചെയ്യും. പക്ഷേ ആക്ച്വലി ഇതൊരു നല്ല ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കൽ കാനഡയിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ ഒരു PG ലെവൽ പ്രോഗ്രാമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ അവിടെ തന്നെ വേറൊരു പ്രോഗ്രാം ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള സ്കോളർഷിപ്പുകളും ഡിസ്കൗണ്ട്സും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 2 PG പ്രോഗ്രാംസ് നിങ്ങൾക്ക് വലിയൊരു എക്സ്പെൻസ് ഇല്ലാണ്ട് തന്നെ നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 ഇയേഴ്സിൻ്റെ പ്രോഗ്രാമുമായി നിങ്ങൾക്ക് 3 ഇയേഴ്സിൻ്റെ സ്റ്റേ ബാക്ക് കിട്ടും. അധികം പൈസ ചിലവ് വരില്ല. അതേസമയം നിങ്ങളിപ്പം സെയിം ഈ 2 ഇയേഴ്സിൻ്റെ മാസ്റ്റേഴ്സാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോലും ഒരു 25 lakhs അടുത്തൊക്കെ എക്സ്പെൻസ് വരും. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ 2 PG പ്രോഗ്രാം ചെയ്താൽ പോലും വളരെ അഫോർഡബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പകുതി എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എൻട്രി റിക്വയർമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ സിമിലർ ടു UG തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു മിനിമം 50% അതേപോലെ IELTS ഓവറോൾ 6 വിത്ത് നോ ബാൻഡ് ലെസ് ദാൻ 5.5 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടും. പിന്നെ IELTSൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SDS റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം നിങ്ങൾ എക്സാം എഴുതിയെടുക്കാനായിട്ട്. ഇനി ട്യൂഷൻ ഫീസ് ആണെങ്കിൽ ഞാൻ UG പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് 7 to 9 lakhs എന്നുള്ള റേഞ്ചിൽ തന്നെ പ്രോഗ്രാംസ് കിട്ടും. അതിപ്പോൾ 7 lakhന് തന്നെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു 1 ഇയറിൻ്റെ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ 7 lakhs ട്യൂഷൻ ഫീസും പ്ലസ് ഒരു 5 lakhs GICയുടെ എമൗണ്ടും കൂടെയാണ്. അപ്പോൾ ഞാൻ ഒരു PG പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഒരു ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യാനായിട്ടാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻ വരുന്നത് ഒരു 7 lakhs തന്നെയായിരിക്കും ഈ ട്യൂഷൻ ഫീസ്. ഈ 7 lakhsൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള സ്കോളർഷിപ്പും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനത്തെ പ്രോഗ്രാംസ് നിങ്ങൾ 2 പ്രോഗ്രാം ചെയ്താൽ പോലും മാസ്റ്റേഴ്സിനെക്കാട്ടും കുറേയും കൂടെ അഫോർഡബിൾ ആയിരിക്കും. ബാക്കി ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടും. ഇനി ഇപ്പോൾ കോളേജസിൻ്റെ കേസ് എടുത്ത് പറയാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട്. ഇപ്പോൾ സെനീക്ക കോളേജ്, ഫൻഷാവേ, അതേപോലെ കൊണസ്റ്റോഗ, ജോർജ് ബ്രൗൺ കോളേജ്, അങ്ങനെ ഇഷ്ടംപോലെ കോളേജസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും നമുക്ക് ഏത് കോളേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിലെല്ലാത്തിലും ഞാൻ ഈ പറഞ്ഞ സപ്ലൈ ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ജോബ് വേക്കൻസീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കാനഡയിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് ഈ ഒരു സെക്ടറിൽ നിന്ന്. അതിപ്പോൾ നമ്മൾ പ്രൊവിൻസ് ബേസിൽ നോക്കുകയാണെങ്കിൽ ഒണ്ടാരിയോയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒണ്ടാരിയോയിലുള്ള ഒരു കോളേജ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സെക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു സ്കോപ്പും അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രയൊക്കെ സാലറി ഏൺ ചെയ്യാം, പിന്നെ നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് വിസയിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് മീറ്റ് ചെയ്യേണ്ടത്, എത്രയൊക്കെയാണ് ട്യൂഷൻ ഫീസ് വരിക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളിന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനോ എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.